അധ്യായം 7. ശ്രുതി വിപ്രതിപന്നാതേ യഥാ സ്ഥാസ്യതി നിശ്ചല സമാധാവചലാ ബുദ്ധിസ്തഥാ യോഗം അവാപ്സ്യസി. സമാധിയിൽ സഭ പിരിഞ്ഞു. ഭക്തന്മാർ അങ്ങുമിങ്ങും നടക്കാനിറങ്ങി. മാസ്റ്ററും പഞ്ചവടി മുതലായ ഇടങ്ങളിൽ ചുറ്റാൻ പുറപ്പെട്ടു. അപ്പോൾ നേരം പകലെ 5 മണിയായിരിക്കും. സ്വല്പനേരം കഴിഞ്ഞ് മാസ്റ്റർ ശ്രീരാമകൃഷ്ണദേവൻ്റെ മുറിയിൽ മടങ്ങിയെത്തി. അപ്പോൾ വടക്കുവശത്തെ ചെറിയ വരാന്തയിൽ ഒരു അത്ഭുത ദൃശ്യം കണ്ടു. ഭഗവാൻ ശ്രീരാമകൃഷ്ണൻ നിശ്ചലനായി നിൽക്കുന്നുണ്ട്. നരേന്ദ്രൻ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. 3-4 ഭക്തന്മാർ ചുറ്റും നിൽക്കുന്നു. മാസ്റ്റർ വന്ന് പാട്ട് കേൾക്കാൻ തുടങ്ങി. പാട്ട് കേട്ട് ആകൃഷ്ടനായി. ഗുരുദേവനൊഴിച്ച് വേറെ ആരും ഇത്ര മധുരമായി പാടുന്നത് മാസ്റ്റർ മുമ്പൊരിക്കലും എവിടെയും കേട്ടിട്ടില്ല. പെട്ടെന്ന് ഭഗവാന്റെ നേർക്ക് നോക്കിയപ്പോൾ അത്ഭുത സ്തബ്ധനായിപ്പോയി. ഭഗവാൻ നിഷ്പന്ദമായി നിൽക്കുന്നു. കണ്ണിമ പൂട്ടുന്നില്ല. ശ്വാസോച്ഛ്വാസം പോലും ഉണ്ടോ എന്ന് സംശയം. സംഗതി അന്വേഷിച്ചപ്പോൾ ഒരു ഭക്തൻ ഇതാണ് സമാധി എന്ന് പറഞ്ഞു. മാസ്റ്റർ ഇത്തരമൊരവസ്ഥ മുമ്പ് ഒരിക്കലും കണ്ടിട്ടുമില്ല, കേട്ടിട്ടുമില്ല. സ്തബ്ധമൂകനായി സ്വയം വിചാരിച്ചു, ഭഗവത് ചിന്ത ചെയ്താൽ മനുഷ്യൻ ഇത്രയും ബാഹ്യബോധശൂന്യനാകുമോ? എന്തുമാത്രം ഭക്തിയും വിശ്വാസവും ഉണ്ടായാലാണ് ഇങ്ങനെ സംഭവിക്കുക എന്നറിഞ്ഞില്ല. ഈ പാട്ടാണ് നരേന്ദ്രൻ പാടിയിരുന്നത്. ചിന്തിക്കൻ മനം ശ്രീഹരിം സന്തതം ചിത്ഘനം ഭക്തഃ പത്മരഞ്ജനം നിസ്തുലൻ ലസിക്കുന്നു നിരഞ്ജനൻ കൗസ്തുഭോദ്ഭാസി ശ്രീഹരി സർവദാ അംഗരാഗസുരരഞ്ജിതം മാധവം സുന്ദരാസ്യ വിനീതിന്ദിദേന്ദുപ്രഭം കഞ്ചലോചനം കൽമഷനാശനം ചിന്ത ചെയ്യുക നീയുൾപുളകോദ്ഗമം. ഗാനത്തിൻ്റെ ഈ ചരണം പാടിയപ്പോൾ ഗുരുദേവൻ ഒന്ന് പിടഞ്ഞു. ശരീരം രോമാഞ്ചം പൂണ്ടു. കണ്ണുകളിൽ നിന്നും ആനന്ദ ബാഷ്പം പൊഴിഞ്ഞു തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് എന്തോ കണ്ട് മന്ദഹസിച്ചുകൊണ്ടിരുന്നു. ശശികോടി വിനന്തിയായ ഏതെങ്കിലും അനുപമ രൂപദർശനമുണ്ടായോ എന്ന് ആര് കണ്ടു? ഇതിൻ്റെ പേരോ ഭഗവാന്റെ ചിന്മയ രൂപദർശനമെന്ന്. എത്ര സാധന അനുഷ്ഠിച്ചാൽ, എത്ര തപസ് ചെയ്താൽ, എത്ര ഭക്തിവിശ്വാസങ്ങളുടെ ബലത്താൽ ഇമാതിരി ഈശ്വരദർശനം സാധിക്കും? ഗാനം പിന്നെയും തുടർന്നു. ചിത്തപത്മാസനസ്ഥിതമാക്കുക നിത്യപൂജയ്ക്കുതൽ ചരണാംബുജം അപ്രമേയ സ്വരൂപനെ അപ്പോഴേ ചിത്സമാഹിതം കണ്ടിടാം കൺകളാൽ. വീണ്ടും അതേ ഭുവനമോഹന മന്ദഹാസം. ശരീരം അതേപടി നിഷ്പന്ദം. സ്മിത ദൃഷ്ടികൾ. ആ അപ്രതിരൂപം ദർശനം ചെയ്തുകൊണ്ടിരിക്കുന്നുവോ എന്തോ. വീണ്ടും അതേ നിസ്തുല രൂപദർശനം കൊണ്ടുളവായ ഏതോ മഹാനന്ദത്തിൽ നീന്തിക്കളിക്കുന്നു. ഗാനം അവസാനിക്കാറായി. നരേന്ദ്രൻ പാടി. ഭക്തിയോ കവിലേപന സ്നിഗ്ധനായി എത്തണം നീ ആനന്ദവാർദിയിൽ ചിദ്ഘനാമൃത ധാരയിൽ അന്വഹം മജ്ജനം ചെയ്തു മേവിടാം ചിത്തമേ. സമാധിയുടെയും പ്രേമാനന്ദത്തിൻ്റെയും ഈ അത്ഭുത ചിത്രം ഹൃദയമധ്യത്തിൽ ഉറപ്പിച്ചുകൊണ്ട് മാസ്റ്റർ ഗൃഹത്തിലേക്ക് മടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ഹൃദയമധ്യത്തിൽ ആ ഹൃദയോന്മാദകാരിയായ മധുര സംഗീതത്തിൻ്റെ മാറ്റുളി മുഴങ്ങിക്കൊണ്ടിരുന്നു. ചിദ്ഘാനാമൃത ധാരയിൽ അന്വഹം മജ്ജനം ചെയ്തു മേവിടാം ചിത്തമേ. അധ്യായം 8. യം ലബ്ധ്വാ ചാപരം ലാഭം മന്യതേനാധികം തഥാ യസ്മിൻ സ്ഥിതോന ദുഃഖേന ഗുരുണാപി വിചാല്യതേ. നരേന്ദ്രൻ ഭവനാഥൻ മുതൽ പേരോടത്ത് ആനന്ദത്തിൽ.
അതിനടുത്ത ദിവസവും അവധിയായിരുന്നു. 3 മണിയോടുകൂടി മാസ്റ്റർ വീണ്ടും വന്നു ചേർന്നു. ഭഗവാൻ ശ്രീരാമകൃഷ്ണൻ മുറിയിലിരിക്കുന്നു. തറയിലൊരു പുൽപ്പായി വിരിച്ചിട്ടുണ്ട്. അതിന്മേൽ നരേന്ദ്രൻ, ഭവനാഥൻ, വേറെയും 1-2 ഭക്തന്മാർ ഇരിക്കുന്നു. ഇവരൊക്കെ ചെറുപ്പക്കാർ. 19-20 വയസ്സ് കാണും. ഗുരുദേവൻ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് ചെറിയ കട്ടിലിരിക്കുന്നു. ചെറുപ്പക്കാരുമായി സന്തോഷത്തോടെ വർത്തമാനം പറയുന്നു. മാസ്റ്റർ മുറിയിൽ പ്രവേശിച്ചത് കണ്ട് ഗുരുദേവൻ ഉച്ചത്തിൽ ചിരിച്ചുകൊണ്ട് ചെറുപ്പക്കാരോടായി പറഞ്ഞു, അതാ അവൻ പിന്നെയും വന്നു. പിന്നെയും ചിരിച്ചു. എല്ലാവരും ഒപ്പം ചിരിച്ചു. മാസ്റ്റർ വന്ന് നിലത്ത് വീണു വണങ്ങി ഒരിടത്തിരുന്നു. ഇതിനു മുമ്പ് നിന്നുകൊണ്ട് കൈകൂപ്പിയെ നമസ്കാരം ചെയ്തിരുന്നുള്ളൂ, ഇംഗ്ലീഷ് പഠിച്ചവർ ചെയ്യും പോലെ. എന്നാൽ ഇന്ന് കാൽക്കൽ വീണ് നമസ്കരിക്കാൻ പഠിച്ചു. മാസ്റ്റർ ഇരുന്നു കഴിഞ്ഞപ്പോൾ ശ്രീരാമകൃഷ്ണൻ താൻ ചിരിച്ചതിൻ്റെ കാരണം നരേന്ദ്രൻ മുതലായ ഭക്തന്മാർക്ക് പറഞ്ഞു കൊടുത്തു. അദ്ദേഹം പറഞ്ഞു, നോക്കിൻ, ഒരാൾ ഒരു മയിലിന് ഒരു ദിവസം 4 മണിക്ക് അല്പം കറുപ്പ് തിന്നാൻ കൊടുത്തു. പിറ്റേന്ന് കൃത്യം ആ സമയത്തിന് മയിലതാ ഹാജർ. കറുപ്പിൻ്റെ ലഹരി പിടിച്ചു. അതുകൊണ്ട് വീണ്ടും കൃത്യസമയത്തിന് കറുപ്പ് തിന്നാനെത്തി. എല്ലാവരും ചിരിക്കുന്നു. മാസ്റ്റർ ഉള്ളിൽ വിചാരിച്ചു, അദ്ദേഹം പറഞ്ഞത് വളരെ ശരിയാണ്. വീട്ടിൽ പോയി എന്നിട്ടും രാപ്പകൽ ഇവിടുത്തെ വിചാരം തന്നെയായിരുന്നു. ഇനി എപ്പോൾ കാണും എന്നിങ്ങനെ. ഇവിടേക്ക് ആരോ പിടിച്ചു വലിക്കുന്നു. വേറെങ്ങും പോകാനേ തോന്നുന്നില്ല. ഇവിടെ വന്നേ മതിയാകൂ. ഇങ്ങനെ വിചാരിച്ചു കൊണ്ടിരിക്കെ ഗുരുദേവൻ ചെറുപ്പക്കാരുമായി തൻ്റെ സമവയസ്കന്മാരോടെന്ന പോലെ തമാശകൾ പറഞ്ഞു തുടങ്ങി. ചിരിയുടെ ലഹരി ഉയർന്നു. അവിടം ഒരു ആനന്ദ കമ്പോളമായി തീർന്നു. ഈ അത്ഭുത ദൃശ്യം കണ്ട് മാസ്റ്റർ ആശ്ചര്യഭരിതനായി. സ്വയം വിചാരിച്ചു, ഇദ്ദേഹത്തെ തന്നെയല്ലേ ഞാൻ ഇന്നലെ സമാധിയിലും അദൃഷ്ടപൂർവമായ പ്രേമാനന്ദത്തിലും മഗ്നനായി കണ്ടത്? ഇതേയാൾ ഇന്നതാ ഒരു പ്രാകൃത മനുഷ്യനെ പോലെ പെരുമാറുന്നു. ഇദ്ദേഹം തന്നെയല്ലേ ആദ്യത്തെ ദിവസം എനിക്ക് ഉപദേശം നൽകുന്ന സമയം എന്നെ ശകാരിച്ചത്? നീ അറിവുള്ളവനും എന്നെന്നോട് പറഞ്ഞത് ഇദ്ദേഹം തന്നെയോ? സാകാരവും നിരാകാരവും രണ്ടും സത്യമാണെന്ന് എന്നോട് പറഞ്ഞത് ഇദ്ദേഹം തന്നെയല്ലേ? ഈശ്വരൻ മാത്രം സത്യം, സംസാരത്തിലെ സമസ്തവും അനിത്യം എന്നെന്നോട് പറഞ്ഞത് ഇദ്ദേഹമല്ലേ? സംസാരത്തിൽ ഒരു ദാസിയെപ്പോലെ ജീവിക്കാൻ എന്നോട് ഉപദേശിച്ചതും ഇദ്ദേഹം തന്നെയല്ലയോ? ശ്രീരാമകൃഷ്ണദേവൻ ആനന്ദം കൊള്ളുന്നു. ഇടയ്ക്ക് മാസ്റ്ററുടെ നേരെ നോക്കുന്നു. മാസ്റ്റർ മിണ്ടാതിരിക്കുന്നത് കണ്ട് രാമലാലിനെ സംബോധന ചെയ്ത് പറഞ്ഞു, നോക്കൂ, അയാൾക്ക് വയസ്സ് കുറച്ച് കൂടുതലില്ലേ? അതാണിത്ര ഗൗരവം. ഇവരൊക്കെ ചിരിച്ചു മറിയുന്നു. അയാൾ അങ്ങനെ മിണ്ടാണ്ടും ഇരിക്കുന്നു. മാസ്റ്റർക്കിപ്പോൾ 27 വയസ്സിരിക്കും. വർത്തമാനം പറഞ്ഞ് പരമഭക്തനായ ഹനുമാന്റെ കഥ വന്നു. ഹനുമാന്റെ ഒരു പടം ഗുരുദേവൻ്റെ മുറിയിലെ ചുമരിൽ തൂങ്ങിയിരിക്കുന്നു. ഗുരുദേവൻ പറഞ്ഞു, ഹനുമാന്റെ മനോഭാവം നോക്കി. ധനം, മാനം, ദേഹസുഖം ഒന്നും വേണ്ടതില്ല. ഭഗവാനെ മാത്രമേ വേണ്ടൂ. സ്ഫടിക സ്തംഭത്തിൽ നിന്നും ബ്രഹ്മാസ്ത്രവും എടുത്തുകൊണ്ട് പായുമ്പോൾ മന്ദോദരി നാനാതരം ഫലങ്ങൾ കൊണ്ടുവന്ന് പ്രലോഭിപ്പിക്കാൻ നോക്കി. പഴത്തിൽ കൊതി പൂണ്ട് താഴെ ഇറങ്ങി അസ്ത്രം താഴെ എറിഞ്ഞെങ്കിലോ എന്ന് ആശിച്ചു. എന്നാൽ ഹനുമാൻ കളിപ്പിക്കപ്പെടാവുന്ന പിള്ളയല്ല. അദ്ദേഹം പറഞ്ഞു, യാതൊരു സദ്ഫലം കൈവശമുണ്ടെങ്കിൽ ജീവിത സാഫല്യം നേടിടാമോ? അപ്പഴം കയ്യിലിരിക്കെ ഞാനെന്തിന് മറ്റു പഴങ്ങൾ കൊതിച്ചിടുന്നു? മുറ്റിത്തഴച്ചു വളരുന്നു മാമക ചിത്തത്തിൽ രാമനാം കൽപ്പവൃക്ഷം. അത്തരുമൂലി വസിക്കുമീ ദാസന് ലഭ്യമല്ലാതെന്തു വസ്തു വേറെ? ലൗകികമാകും പഴത്തെ ഇച്ഛിക്കുവാൻ കേവലം ഞാനൊരു യാചകനോ? കൈക്കും കനിയൊന്നിതേകുന്നു നിൻ കയ്യിൽ, നോക്കൂ നീ ഞാനിതാ യാത്രയായി. ഭഗവാൻ ഈ പാട്ട് പാടാൻ ആരംഭിച്ചു. വീണ്ടും അതേ സമാധി, വീണ്ടും നിഷ്പന്ദ ദേഹം, സ്ഥിമിത ലോചനം, ചിത്രത്തിൽ കാണുന്നത് മാതിരി നിശ്ചലമായിരിക്കുന്നു. ഇതുവരെ ഭക്തന്മാർ എന്തുമാത്രം നേരമ്പോക്കുകൾ പറഞ്ഞിരുന്നു. ഇപ്പോഴിതാ സകലരും കണ്ണെടുക്കാതെ ഭഗവാന്റെ ഈ അത്ഭുതാവസ്ഥ നോക്കിക്കൊണ്ടിരിക്കുന്നു. മാസ്റ്റർ 2ാം തവണയാണിപ്പോൾ സമാധിയവസ്ഥ കാണുന്നത്. ഏറെ നേരം കഴിഞ്ഞ് ഈ നിലയ്ക്ക് മാറ്റം വരാൻ തുടങ്ങി. ദേഹത്തിന് അയവ് വന്നു. മുഖത്ത് പുഞ്ചിരിയും. ഇന്ദ്രിയങ്ങൾ വീണ്ടും സ്വസ്വ വ്യാപാരങ്ങൾ നിർവഹിച്ചു തുടങ്ങി.
കൺകോണുകളിൽ നിന്നും ആനന്ദാശ്രുകൾ പൊഴിച്ചുകൊണ്ട് ഭഗവാൻ രാമ രാമ എന്ന് ജപിച്ചുകൊണ്ടിരുന്നു. മാസ്റ്റർ ആലോചിച്ചു, ഈ മഹാപുരുഷനോ പിള്ളേരും ഒരുമിച്ച് ചിരിച്ചു മറിഞ്ഞിരുന്നത്. അപ്പോഴദ്ദേഹം വെറും 5 വയസ്സായ പയ്യൻ. ഗുരുദേവൻ പഴയപടിയിരുന്ന് വീണ്ടും സാധാരണക്കാരെ പോലെ പെരുമാറാൻ തുടങ്ങി. മാസ്റ്ററെയും നരേന്ദ്രനെയും ഇംഗ്ലീഷിൽ സംസാരിക്കിൻ, തർക്കിക്കിൻ, ഞാനൊന്ന് കേൾക്കട്ടെ എന്ന് പറഞ്ഞു. മാസ്റ്ററും നരേന്ദ്രനും ഇത് കേട്ട് ചിരിച്ചു. ഇരുവരും എന്തോ ചിലതൊക്കെ സംസാരിച്ചു. പക്ഷേ ബംഗാളിയിൽ. ഗുരുദേവൻ്റെ മുമ്പിൽ മാസ്റ്റർക്ക് തർക്കിക്കുക സാധ്യമല്ല. അദ്ദേഹത്തിൻ്റെ തർക്കവാസന ഗുരുകൃപ കൊണ്ട് നിശേഷം നശിച്ചുപോയിരുന്നു. അപ്പോൾ പിന്നെ എങ്ങനെ തർക്കവിചാരം ചെയ്യും? ഗുരുദേവൻ പിന്നെയും നിർബന്ധിച്ചുവെങ്കിലും ഇംഗ്ലീഷിൽ വാദപ്രതിവാദം ഉണ്ടായില്ല.